അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് നടന്ന ദുരന്തം, നിക്കാഹ് കഴിഞ്ഞ് അടുത്ത മാസം ഒന്നിച്ച് ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷേ ഷമ്മാസ് യാത്രയായി. ചില മരണങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചൊന്ന് പിടയുകയാണ്. അള്ളാഹു അവർക്ക് ഇതൊന്നും കൊടുക്കരുതായിരുന്നു എന്ന് നമ്മൾ അറിയാതെ അങ്ങ് പ്രാർത്ഥിച്ചു പോകും. ഒരു വീട്ടിൽ നിറയെ സന്തോഷമായിരുന്നു. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ, വസ്ത്രങ്ങൾ, ബന്ധുക്കളുടെ സന്തോഷങ്ങൾ. നിക്കാഹ് കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അടുത്ത മാസം പ്രിയപ്പെട്ടവളുമായി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരുക്കത്തിലായിരുന്നു ആ 25-കാരനായ സമ്മാഷ്. പക്ഷേ വിധി കളിച്ചത് വളരെ ക്രൂരമായ ഒരു കളിയായിരുന്നു. കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് വീണ്ടും ഒരു ദാരുണമായ വാർത്ത. ഷമ്മാസ് ഇനിയില്ല. കോഴിക്കോട്ട് ഒരു ചെറിയ ജ്യൂസ് കടയിലായിരുന്നു 25 വയസ്സുകാരനായ ഷമ്മാസ് ജോലി ചെയ്തിരുന്നത്. കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ്. സ്വന്തം കുടുംബത്തിനും ഇനി വരാനിരിക്കുന്ന തൻ്റെ പുതിയ ജീവിതത്തിനും വേണ്ടി സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ ഒരു പാവ ചെറുപ്പക്കാരൻ. നിക്കാഹ് കഴിഞ്ഞ് പ്രിയപ്പെട്ടവളെ നെഞ്ചോട് ചേർത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ബാക്കി വെച്ച് അദ്ദേഹം നമ്മിൽ നിന്ന് യാത്രയായി. അദ്ദേഹത്തിൻ്റെ ഈ മരണം, ആ യാത്ര കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയായി. കാരണം കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ കയറി സമ്മാസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സന്തോഷത്തോടെ സ്വന്തം നാടായ ഗാലിമുഖത്തേക്ക് തൻ്റെ ബൈക്കിൽ അവൻ യാത്ര തിരിച്ചു. മനസ്സിൽ നിറയെ സ്വപ്നം, പെണ്ണിനെ കാണുന്നതിൻ്റെയും വീട്ടിലെ സന്തോഷങ്ങളുടെയും ഓർമ്മകളായിരുന്നു. പക്ഷേ മസ്തിക്കുണ്ട് കുന്നിൽ സ്കൂളിൻ്റെ മുന്നിൽ എത്തിയപ്പോഴേക്കും കാലൻ ഒരു സ്കൂൾ ബസ്സിൻ്റെ രൂപത്തിൽ സമ്മാസിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അത്. വിചാരിക്കാത്ത നിമിഷത്തിൽ സ്കൂൾ ബസ് ഷമ്മാസിൻ്റെ ബൈക്ക് തമ്മിൽ കൂട്ടിയിടിച്ചു. സുബ്ഹാനല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തിരിച്ചു വീണ സമ്മാസ് ഗുരുതരമായി പരിക്കേറ്റു. ഓടിയെത്തിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്നു രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളെല്ലാം നിഷ്ഫലമാക്കി. സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ഷമ്മാസ് എന്നേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു. തലങ്കര സ്വദേശി ഹനീഫ എന്ന വ്യക്തി കാസർഗോഡ് നഗരത്തിൽ വെച്ച് അപകടത്തിൽ മരിച്ച ആ സങ്കടത്തിൽ നിന്ന് ആ നാട് മുക്തി ആകും മുമ്പ് തന്നെയാണ് തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഷമ്മാസിൻ്റെയും മരണവാർത്ത കാസർഗോഡിനെ കണ്ണീരിലാഴ്ത്തുന്നത്. ഈ അടുത്താണ് ഹനീഫ് മരണപ്പെട്ടത്. വല്ലാത്ത ദുഃഖകരമായ ആ വാർത്ത നാം കേട്ടത് അതിൻ്റെ ദുഃഖം മായുന്നതിൻ്റെ മുമ്പ്. ഷാഫി ഫാത്തിമ ദമ്പതികളുടെ മകനായ ഷമ്മാസ് തൻ്റെ സഹോദരങ്ങളായ സിന്ദാസ്, അതുപോലെ ഷൈമ, ഖദീജ എന്നിവർക്ക് ഏറ്റവും വലിയ തണലായിരുന്നു. മൊഗ്രാളിലെ വധുവിൻ്റെ വീട്ടിൽ, ഷമ്മാസിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ പന്തലുകൾ ഉയരേണ്ട ദിവസങ്ങളായിരുന്നു അടുത്ത മാസം വരാനിരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി വേറെയായിരുന്നു. ഒന്നിച്ച് ജീവിക്കേണ്ട ആ കൈകളിൽ ഇനി ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പകരം ജീവിതകാലം മുഴുവനും വേദന മാത്രയായി മാറി
പാവം ആ പെൺകുട്ടിക്കും കുടുംബത്തിനും ബാക്കിയായത് ഇന്ന് ഷമ്മാസിൻ്റെ വേദന മാത്രമാണ്. ഒറ്റ നിമിഷത്തെ അപകടം, മാഞ്ഞു പോയത് ഒരു ആയുസ്സിൻ്റെ മുഴുവനും സ്വപ്നങ്ങൾ, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. നോക്കൂ, ഒരുപാട് മരണങ്ങൾ. നാം നിരന്തരമായി വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ഒരേ പ്രതീക്ഷയോട് വീട്ടിൽ കാത്തിരിക്കുകയാണ്. അവർക്ക് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഏതു വാഹനമാണെങ്കിലും, പക്ഷേ നമ്മുടെ ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് മക്കൾ അവിടെ അനാഥയാവുകയാണ്, ഒരുപാട് ഭാര്യമാർ വിധവകളാവുകയാണ്, ഒരുപാട് കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ട കുടുംബം പിന്നെ കണ്ണീരിലാകുന്ന ഒരുപാട് സംഭവങ്ങൾ. നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ എപ്പോൾ എവിടെ എങ്ങനെ ഒന്നും അറിയില്ല. ഷമ്മാസിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, പക്ഷേ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടെല്ലാം അസ്തമിച്ചു പോയി. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഐനമാ യുദ്രിക്കും, ഞാൻ മരിക്കുന്നത് എവിടെയാണ് എപ്പോഴാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഞാൻ മരിക്കുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പോലും മനുഷ്യൻ ഇവിടെ എന്ത് സംഭവിക്കും, ഇപ്പം അടുത്ത സെക്കൻഡിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച്, സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് ഹൃദയാഘാതം കൊണ്ട് എത്ര പ്രിയപ്പെട്ട വാപ്പമാർ, എത്ര പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ മരണപ്പെട്ടു. ഈ അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു. പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, എനിക്ക് നെഞ്ചുവേദന. ഭാര്യ വന്ന് തൻ്റെ തല മാരോടിങ്ങനെ ചേർത്തിങ്ങനെ വെച്ച് ആശ്വസിപ്പിക്കുകയാണ്. പിഞ്ചു കുട്ടി അവിടെ ഇങ്ങനെ രസിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. ഭാര്യയുടെ കയ്യിൽ തന്നെ ഇങ്ങനെ മരണപ്പെടുന്ന ആ ഒരു സംഭവം. എൻ്റെ ഒരു സുഹൃത്ത് ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാണ്, നെഞ്ചുവേദന എന്ന് പറഞ്ഞ്. പെട്ടെന്ന് ധൃതിയിൽ ഭാര്യ വെള്ളവുമായി തിരിച്ചു വന്ന് കുടിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മരണപ്പെട്ടു പോയി. എവിടെ എപ്പോൾ എന്തും സംഭവിക്കാം മനുഷ്യർക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് തിരിക്കുക. അഹങ്കാരം, അസൂയ, അതുപോലെ വിദ്വേഷം, ഈ ചെറിയൊരു ജീവിതത്തിൽ നാളെ സ്വർഗത്തിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ മുക്കിയെടുത്ത് അവനോട് ചോദിക്കും, ഈ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ പറയും, ഇല്ല, ഒന്നും അനുഭവിച്ചിട്ടില്ല. കാരണം അത്രയും അനുഗ്രഹങ്ങളാണ് സ്വർഗം. അതുപോലെ നരകത്തിലേക്ക് ഒരു നല്ല ആഡംബരത്തോടു കൂടി ജീവിച്ച മനുഷ്യനെ നരകത്തിൽ മുക്കിയെടുത്ത് ചോദിക്കും, ദുനിയാവിൽ എന്തെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ എന്ന. ഒരു നിമിഷം പോലും സന്തോഷിക്കാതെ ആഹ്ലാദിച്ചു കഴിഞ്ഞ മനുഷ്യൻ പറയും, ഞാനങ്ങനെ ഒരു ജീവിതം നയിച്ചിട്ടില്ല എന്ന്. അത്രയും ഭീകരമാണ് നരകം. ഈ ജീവിതം പരീക്ഷണയുടെ ലോകമാണ്. പരീക്ഷണങ്ങളും വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ, ഉടയവർ, മരണവാർത്തകൾ നിരന്തരമായി. ജീവിതം എന്നുള്ളത് അള്ളാഹുവിനനുസരിച്ച് കൊണ്ട്, പരീക്ഷണങ്ങൾ തരണം ചെയ്തുകൊണ്ട്, അതിൽ പൊരുതി കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏത് ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്, അത് റിസീവ് ചെയ്യാൻ വേണ്ടി നാം എപ്പോഴും തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഷമ്മാസിന് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. മണ്ണറ അള്ളാഹു മണിയറയാക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഷമ്മാസിന് വേണ്ടി ദ്വാരക്കാം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നമ്മുടെ കാരണം കൊണ്ട് ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. നാം കൃത്യതയോടുകൂടി നമ്മുടെ സഞ്ചാരം വേഗം കൂട്ടാത്ത വളരെ നല്ല രീതിയിൽ, നമ്മുടെ കാരണം കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും കാര്യം കൊണ്ട് അങ്ങനെയൊരു അപകടം സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ നാം തന്നെയായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനൊക്കെ പറയുന്നത്. കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയ്യത്തി. ഓരോരുത്തരും അവർക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കും. നമ്മുടെ അശ്രദ്ധ, ഉറക്കം കാരണം കൊണ്ട് രാത്രി തീരെ ഉറങ്ങാതെ രാവിലെ വണ്ടി എടുത്ത് ഓടി
ആ ഉറക്കത്ത് പോയിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചതൊക്കെ നാം അതിൻ്റെ ഉത്തരവാദികളായി മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ വിവാഹം പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആ പെൺകുട്ടിക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.